പ്രൈസ് ദ ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേക്കും ലാസറിൻ്റെ മരണത്തെക്കുറിച്ചാണ് നമ്മളവിടെ കാണുന്നത്. യേശുവിൻ്റെ ഒറ്റ സുഹൃത്തായിരുന്നു ലാസർ. അപ്പോൾ അവിടെ ബൈബിളിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് വേഴ്സ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. യേശു കണ്ണീർ പൊഴിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വായിച്ച് നോക്കുമ്പോഴേക്കും യേശു ആ കല്ലറയുടെ അടുത്തേക്ക് പോകുന്നു. യേശു പറയുവാണ് ആ കല്ല് ഉരുട്ടി മാറ്റാനായിട്ട്. ഉടനെ തന്നെ ലാസറിൻ്റെ ഒരു സഹോദരി വന്ന് പറയുവാണ്, മർത്ത എന്നാണ് സഹോദരിയുടെ പേര്. സഹോദരി എന്ന് പറയുവാണ്, കർത്താവെ 4 ദിവസമായിട്ടോ നാറ്റമൊക്കെ വരുന്നുണ്ടാവും, അതുകൊണ്ട് വേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ കർത്താവ് പറയുന്ന ഒരു കാര്യം, മാർത്ത, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടില്ലേ? നീ വിശ്വസിച്ചാൽ ദൈവം മഹത്വം നീ കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്തൊരു ശക്തിയുള്ളൊരു വചനമാണത്. വിശ്വസിച്ചാൽ ദൈവം മഹത്വം കാണും. ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ സ്റ്റക്കാണ്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചിങ്ങനെ പതറിപ്പോയി നിൽക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ ഞാൻ മുമ്പിലേക്ക് എടുത്തിട്ട് പോകും എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് നിൽക്കുന്ന പല സാഹചര്യങ്ങളും നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു പക്ഷേ കാണുന്നുണ്ടാവും, ഈ ലോകത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ കാണുമ്പോഴേക്കും ഇനി എന്ത് മുമ്പിലോട്ട്, ഇനി എനിക്കൊരു മുമ്പിലേക്കുള്ളൊരു വഴി എനിക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന പല കാരണങ്ങളും ഉണ്ടാവും. എന്നാൽ ഈശോ നമ്മളെ നോക്കി പറയുന്നൊരു കാര്യമാണ്, എത്ര അധികം വാഗ്ദാനങ്ങളാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? നീ എന്തുകൊണ്ട് അതിനെ വിശ്വസിക്കുന്നില്ല? ബൈബിളിൽ 365 പ്രാവശ്യമാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. 365 ദിവസമാണ് ഒരു വർഷത്തിലുള്ളത്. വർഷത്തിൽ എല്ലാ ദിവസവും കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ലോകത്തിലുള്ള സാഹചര്യങ്ങളോ, ഈ ലോകത്തിലുള്ള സന്ദർഭങ്ങളോ, ഈ ലോകത്തിൽ നേരിടുന്ന ഓരോ എതിർപ്പുകളോ ഇതൊന്നുമല്ല ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം, കർത്താവിനെ വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ കരുതേണ്ടത്, ദൈവം അവൻ്റെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനത്തെയാണ് അവൻ വിശ്വസിക്കേണ്ടത്. ആ വാഗ്ദാനത്തിൽ അടിയുറച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ ഈ ലോകത്തു നിന്ന് ഓരോരോ കാര്യങ്ങൾ ഓരോരോ ആൾക്കാർ പറയുമ്പോഴേക്കും അതനുസരിച്ച് പതറിപ്പോവാനായിട്ടുള്ളതല്ല നമ്മൾ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ വാഗ്ദാനമുണ്ട് നമ്മുടെ മുകളിൽ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഈ ലോകാവസാനം വരെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി വിടുകയില്ല. ഐ വിൽ നെവർ ലീവ് യു ഓർഫൻഡ്. അകലെയാണെങ്കിലും അടുത്താണെങ്കിലും ഞാൻ നിൻ്റെ ദൈവമല്ലേ. കർത്താവ് എന്തോരം വാഗ്ദാനങ്ങളാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ വാഗ്ദാനങ്ങളിലാണോ നമ്മൾ വിശ്വസിക്കുന്നത്, അതോ ഈ ലോകത്തിൽ നിരക്കപ്പെടുമ്പോഴേക്കും ഓരോ സാഹചര്യത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത്? ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ വാക്കുകളിലാണോ വിശ്വസിക്കുന്നത്? ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമ്മൾ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അവിടെ മാർത്ത കർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ലാസറേ, നീ പുറത്തേക്ക് ഇറങ്ങി വാ. വന്നു. ഇന്നും നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും കർത്താവിന് നമ്മളെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. 4 ആയാലും 40 വർഷമായാലും കർത്താവിന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ ദൃഷ്ടിയിൽ ഒരിക്കലും ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഓരോ ചോദ്യങ്ങളാവാം. എന്നാൽ കർത്താവിന് 1000 വഴികളുണ്ട്. കർത്താവാണ് വഴിയും സത്യവും ജീവനും. ആ കർത്താവിൽ വിശ്വസിക്കാം. ആ കർത്താവിൻ്റെ വഴികളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പോകും. അവൻ്റെ വചനത്തിൽ നിലകൊള്ളാം. നിത്യരക്ഷ പ്രാപിക്കാം. ആമേൻ.